വസുദൈവ കുടുംബകം എന്ന ആശയം നടപ്പാക്കാനാണ് RSS ശ്രമിച്ചതെന്ന് ബംഗാൾ ഗവർണർ ഡോക്ടർ C.V. ആനന്ദ് ബോസ്. RSSനെ കുറിച്ച് വ്യാപക തെറ്റിദ്ധാരണകളാണ് പ്രചരിക്കപ്പെട്ടത്. മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ പരിഭാഷപ്പെടുത്തി കുരുക്ഷേത്ര പ്രകാശൻ പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ അഗ്നിപരിരക്ഷ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു C.V. ആനന്ദ് ബോസ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. RSS വിധ്വംസക പ്രസ്ഥാനമാണെന്ന് തെറ്റിദ്ധരിച്ചയാളായിരുന്നു താനും. ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്താൻ നമുക്ക് കഴിയില്ല. 100 തവണ ഒരു നുണ പറഞ്ഞ് സത്യമാക്കുകയാണ്. വസുദൈവ കുടുംബകം എന്ന ആശയം നടപ്പാക്കാനാണ് RSS ശ്രമിച്ചതെന്നും ഡോക്ടർ C.V. ആനന്ദ് ബോസ് പറഞ്ഞു. ആദ്യ പ്രതി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന് നൽകിക്കൊണ്ട് ഡോക്ടർ C.V. ആനന്ദ് ബോസ് നിർവഹിച്ചു. ഞാൻ വളരെ കാലം ധരിച്ചിരുന്നത് RSS ഒരു വിധ്വംസക പ്രസ്ഥാനമാണ് എന്നാണ്. ചരിത്രത്തിൽ പല തെറ്റുകളും പലർക്കും വരാറുണ്ട്. ആ തെറ്റുകൾ തിരുത്താൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും അധികം ആവശ്യം. വസുദൈവ കുടുംബകം എന്നുള്ള ആശയം ലോകത്ത് വിന്യസിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്ന് ഞാൻ മനസ്സിലാക്കിയത്. കുരുക്ഷേത്ര പ്രകാശൻ ചീഫ് എഡിറ്റർ കാബ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിവധം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാക്കാനുള്ള ശ്രമം നടന്നുവെന്ന് പരിഭാഷ നിർവഹിച്ച മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ പറഞ്ഞു. ഗാന്ധിവധത്തിന് പിന്നിൽ RSS എന്ന് പ്രചരിപ്പിച്ച് സംഘപ്രവർത്തകർക്കെതിരെ ക്രൂരതയാണ് നടത്തിയത്. മഹാത്മാഗാന്ധിയെ പോലുള്ള ഒരു ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തികളുടെ വധം അതിൽ വേദനിക്കുകയും ആ ഒരു പരിതസ്ഥിതിയിൽ നിന്നും നാടിനെ യോഗ്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ആ ഒരു സന്ദർഭം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തങ്ങൾ ആഗ്രഹിക്കാത്ത ഈ നാടിനെ സ്നേഹിക്കുന്ന നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധമായിട്ടുള്ള അത്തരം ശക്തികളെ നശിപ്പിച്ചാലേ ഈ ഒരു വിഭജനത്തിൻ്റെ പാപത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ച് അവർക്ക് ജനങ്ങളുടെ അംഗീകാരം കിട്ടൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അവരതിനുവേണ്ടി പ്രവർത്തിച്ചു. വേട്ടയാടലുകൾ ഉണ്ടായപ്പോഴും ആത്മബലം കൊണ്ടാണ് കേരളത്തിലും RSS പിടിച്ചു നിന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പറഞ്ഞു. 1948 ഗാന്ധിവധത്തിന്റെ മറവിൽ നെഹ്റു സർക്കാർ നടത്തിയ സംഘവേട്ടയുടെ ക്രൂരരേഖകളാണ് പുസ്തകത്തിലുള്ളത്. ജനം, കൊച്ചി.